ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യം ഇന്ന് മുസ്ലിം സഹോദരങ്ങൾക്കുള്ള ആ ഒരു ചെറിയ പെരുന്നാൾ ആശംസകളാണ്. അതോട് കൂടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ വെള്ളിയാഴ്ചത്തെ കാര്യങ്ങളാണ്. പക്ഷേ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് അധികം ജോലികളൊന്നും ഇല്ലാതെ റെസ്റ്റ് ചെയ്തിരുന്നൊരു ദിവസം കൂടിയായിരുന്നു. കാരണം നമുക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പാല് കാച്ചലും കാപ്പിയിടലും ഒക്കെ തന്നെ, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ ലാസ്റ്റ് ക്ലാസ്സിന് റിച്ചാർഡ് ഹാപ്പി ആയിട്ട് പോണ സീനാണ്. ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ സാറ്റർഡേ, സൺഡേ, മൺഡേയും അവർക്ക് ഇത് ഹോളിഡേയ്സാണ്. കാരണം മൺഡേ ഇപ്പോൾ ഇന്ന് ഈദല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഹോളിഡേയും കൂടി ചേർത്ത് 3 ദിവസത്തെ ഹോളിഡേ കിട്ടുമെന്നുള്ള സന്തോഷത്തിൽ ആൾ പോകുന്നതാണ്. പക്ഷേ ഈ ഒരു ഹോളിഡേയുടെ ക്ലാസ് അടുത്ത സാറ്റർഡേ വരെ എടുക്കുമെന്നുള്ളൊരു അറിയിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയ്യോ കഷ്ടമായി പോയല്ല, സാറ്റർഡേയും പോകണമല്ല എന്നുള്ളൊരു വിഷമമായിരുന്നു പിന്നീട് ആൾക്ക്. ശരിക്കും കുട്ടികളെ പോലെ തന്നെയാണ് കേട്ടോ, സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലെ തന്നെയാണ് ഇവർക്കും. എന്തെങ്കിലും ഒരു ഹോളിഡേ കിട്ടിയാൽ അത്രയും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റൂബി കുഞ്ഞിൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇത് കാലത്താണെന്നുണ്ടെങ്കിൽ വെറുതെ ഓട്സ് കാച്ചിട്ടാണ് ഞാനും പപ്പയും കഴിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ റൂബി ഇതേ ചേട്ടനെ നോക്കിയിട്ട് കിടക്കണതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറിക്കിടക്കും. ചേട്ടൻ വന്നില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് അങ്ങനെ. കാരണം ആ വരാനുള്ള സമയം ഇത്തിരി താമസിച്ചെന്ന് അവൾക്ക് തന്നെ മനസ്സിലായാൽ അവളിങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും. അപ്പോൾ രാത്രിയില്ലേ എനിക്ക് ചോറുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതിൽ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കും പപ്പക്കുള്ള റോജർ പോയതിൻ്റെ പിറ്റേന്നാണിത്. അപ്പോൾ എനിക്കും പപ്പക്കുള്ള ചോറും കറികളും ഉണ്ടായിരുന്നു. നല്ല ബീഫ് കറി റോജറിന് വേണ്ടിയിട്ടൊക്കെ വെച്ചതില്ലേ, അതൊക്കെയാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്. അപ്പോൾ ബീഫ് കറിയുടെയൊക്കെ അത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ആ ബീഫ് കറിനെ കൂട്ടിയിട്ട് കഴിക്കാം. ഇനി 2 പേർക്ക് കൂടി ചോറുണ്ടാക്കണ്ടേ. റിച്ചാനാണെങ്കിൽ പുലാവുണ്ട്, ഇത്തിരി നഗറ്റ്സ് കൂടി വറുത്ത് കഴിഞ്ഞാൽ റിച്ചാൻ അത് ഓക്കെയാണ്. പിന്നെ ഇതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത്. പിന്നെ കുറേ സൂപ്പിൻ്റെ പാക്കറ്റ്സ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒരു സൂപ്പും കൂടി റിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ റെഡിയാക്കാനായിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം, ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം, അതായത് പൊടി വെച്ചിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാകും. അപ്പോൾ അത് വേഗം തന്നെ ആയി. അതൊക്കെ ഉണ്ടാക്കി ഞാനും പപ്പയും ബീഫ് കറിയും വെള്ളയപ്പം കൂടി കഴിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാത്രിയൊക്കെ നമുക്ക് ഒരു ഡിന്നർ ഉണ്ടാക്കുന്നത്. പിന്നെ റിച്ചാൻ നഗറ്റ്സൊക്കെ ഫ്രൈ ചെയ്ത് അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അത് സാറ്റർഡേ റിച്ചാർഡ് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ റിച്ചാർഡിന് ഇഷ്ടമാണ് ഈ ഇടിയപ്പം പാലും കൂടിയിട്ടൊക്കെ കഴിക്കണം. അങ്ങനെ ഞാൻ ഇടിയപ്പം പാലും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിൽ ഇത്തിരി ഉപ്പും പഞ്ചസാര രണ്ടും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് എണ്ണയാണ് ഒഴിച്ചത് കേട്ടോ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഇതെല്ലാം ചേർത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ എനിക്കതിനകത്ത് ചായപ്പിടണം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എണ്ണയൊന്നും അതിനകത്തേക്ക് ഒഴിച്ചില്ല. വീണ്ടും കൊണ്ടുപോയി പാത്രം കഴുകണം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങോട്ട് ചായ ഇടാമെല്ലാം ഈ വെള്ളം തിളച്ചതിന് ശേഷം എന്ന് വെച്ചിട്ടാണ് അതിനകത്ത് ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ കുഴക്കണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു സാധനം മാറ്റേണ്ട അവസ്ഥ ആണെന്ന് തോന്നുന്നു. കാരണം അതൊട്ടും തന്നെ തിരിയണില്ല. ഭയങ്കര എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇത്തിരി നേരം ഒരുവിധം നന്നായിട്ട് തിരിയും. അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ ഒരു ശബ്ദം വരും. കൂടുതൽ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേൽ പിടിച്ച് കഴിഞ്ഞാൽ കൈ തന്നാനും തുടങ്ങും. എവിടെന്നെങ്കിലുമൊക്കെ എണ്ണ ഒഴുകിയിട്ട് ഇതേലേക്ക് വന്ന് നമുക്ക് കൈ പിടിച്ച് തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഇപ്പോഴായിട്ട് അത് തിരിയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൂട്ടിയാണ് ഇട്ടത്. എങ്കിലും പണ്ടൊക്കെ പപ്പയാണ് എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴായിട്ട് പിന്നെ ഞാൻ അധികം ഇടിയപ്പം ഉണ്ടാക്കാറുമില്ല, ഉണ്ടാക്കിയാലും തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് പപ്പ കണ്ട് ആ സമയത്ത് അതിൽ കൂടി പാസ് ചെയ്തപ്പോഴത്തേക്ക് അന്ന് ഞാൻ തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് തന്നാണ്. പക്ഷേ അത് ഭയങ്കര ലൂസായിരുന്നു. കുഴപ്പമില്ല, ആർക്കും വേണമെങ്കിൽ എനിക്കും തിരിച്ചെടുക്കാൻ വേഗം. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണതിൻ്റെ ഇടയിൽ പാല് കൂടിയിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇടിയപ്പം ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇതും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇത്തിരി കട്ടിക്ക് തന്നെയൊക്കെ ഉണ്ടാക്കി വേഗം തീർക്കണേ കാര്യങ്ങൾ. ഇടിയപ്പം ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്കിയും വന്നിട്ടുണ്ട്. 2 എണ്ണം ബാക്കിയുണ്ട് ഇതുപോലത്തെ. അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. കാരണം 2 എണ്ണം പപ്പ കഴിക്കും, ഒരെണ്ണമൊക്കെ ഞാൻ റിച്ചാർഡും കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലും കൂടി ചേർത്തിട്ട് പപ്പക്ക് ആദ്യം കൊണ്ടേ കൊടുത്ത് അതിനുശേഷം ഞാനും റിച്ചാർഡും കഴിച്ച്. പിന്നെ എൻ്റെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മണി 11. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഉച്ചക്ക് പാചകം
തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറഞ്ഞാൽ നമുക്ക് തലേദിവസം വരെ ബീഫൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത് പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ചു. ഈ പച്ചക്കറി എത്ര നാളായി ഇരിക്കണമെന്ന് എനിക്ക് തന്നെ പിടുത്തില്ല. കാരണം നമ്മൾ നോയമ്പ് തുടങ്ങിയ സമയത്ത് എനിക്ക് കുമ്പളങ്ങയിലല്ല വെള്ളരിക്കയുടെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിപ്പിച്ചായിരുന്നു. ഇപ്പം നോമ്പ് തീരാറായി, എന്നിട്ടും ഈ സാധനം ഞാൻ ഇതുവരെ എടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് ആദ്യം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ ഒരു റെസിപ്പി ഞാൻ ഇംഗ്ലീഷ് റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചാനലില്ലേ അതിനകത്തുനിന്ന് എടുത്തത്. അതിനകത്ത് നമ്മൾ ഷോർട്ട് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ റെസിപ്പിയും നിമിഷ നേരം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാനും സമയം കളയാതെ തന്നെ അതെല്ലാം അവർ സംസാരമൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് റെസിപ്പീസാണ് മിക്കവാറും അവരുടെ ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യണത്. വളരെ വൃത്തിയായിട്ടും എളുപ്പത്തിലും ചെയ്യണതുകൊണ്ട് എനിക്കിപ്പോൾ വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. കാരണം നമുക്ക് സമയം ഒട്ടും നഷ്ടപ്പെടില്ല. അവിടെ എല്ലാ പെട്ടെന്ന് നമുക്ക് നിപ്പിലിങ്ങനെ നോക്കി വേഗം ഓടിപ്പോയി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ഇംഗ്ലീഷ് റെസിപ്പീസ് എടുത്ത് നോക്കി. കാരണം നമുക്കത് എഴുതി വെക്കേണ്ട കാര്യമില്ല. അവരുടെ ചാനലെടുത്ത് നോക്കിയാൽ തന്നെ ഈ എഴുതിയത് മറിച്ച് നോക്കണ നേരം മതി, ആ റെസിപ്പി നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഓടിപ്പോയിട്ട് ഇംഗ്ലീഷ് റെസിപ്പി നോക്കിയിട്ടാണ് ഇത് ചെയ്തത്. ഓണത്തിനും അങ്ങനെ തന്നെ ആയിരുന്നു. അവരുടെ റെസിപ്പി നല്ലതായിരുന്നു. അപ്പോൾ ഇത്തിരി പച്ചമുളക് ഉപ്പും ചേർത്തിട്ട് വെള്ളരിക്കാൻ ഞാൻ വേവിക്കാൻ വെച്ചു. കാരണം ഞങ്ങൾക്കൊക്കെ ഇത് ചെയ്ത് ശീലമില്ല കേട്ടോ. ഈ റെസിപ്പി എന്തിനാണ് നോക്കണേന്ന് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും. നമുക്ക് ഈ നോൺ ചെയ്താണ് ശീലം. ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ തൊടുകറികൾ നമുക്ക് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എപ്പോൾ ചെയ്താലും നോക്കണം ചെന്നിട്ട്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് വേവിക്കാൻ ഇവിടെ വെച്ച്. അപ്പോൾ നമ്മുടെ റിച്ചാർഡിന് ശനി ഞായറൊക്കെ സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ഇപ്പോൾ ഇത് മന്തി റൈസ് ഉണ്ടാക്കണം. കാരണം നേരെ ഒത്തിരി ആയില്ലേ. അപ്പോൾ സവാളയൊന്നും അരിഞ്ഞരിഞ്ഞ് നിൽക്കണ്ടല്ലോ, വേഗം ഉണ്ടാക്കാൻ പറ്റിയ മന്തി റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കണം. അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിൽ വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയുള്ളത് നമുക്ക് കോളിഫ്ലവർ, അതും റിച്ചാർഡിന് വേണ്ടിയിട്ട് അവൻ്റെ വെജിറ്റബിൾ ഇങ്ങനെ പുഴുങ്ങി തിന്നുമല്ല. അപ്പോൾ അങ്ങനെ ബോയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മേടിച്ച ആ ഒരു ഇത് കോളിഫ്ലവർ, അത് 1.5 ഭാഗം ഉണ്ടായിരുന്നു. ഒരു ഫുള്ള് കോളിഫ്ലവറും പിന്നെ ഒരു അര ഭാഗത്തോളം കോളിഫ്ലവറും കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതങ്ങോട്ട് ഒന്ന് ഗരം മസാലയൊക്കെ ചേർത്തൊന്ന് റെഡിയാക്കി വെക്കാം. അതും പിന്നെ ഈ വെള്ളരിക്ക പച്ചടിയും എനിക്കും പപ്പക്കും ആക്കാം എന്ന് വിചാരിച്ച്. കാരണം ഷാജിയൊക്കെ ഇനി ഇപ്പോഴൊന്നും മീനും കൊണ്ട് വരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഷാജി വരട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ റൈസിൻ്റെ ഇരട്ടിയിലും കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ചിക്കൻ അതിനകത്തിട്ട് മുഴുവൻ മസാലയും വെളുത്തുള്ളിയിട്ട് വേവിച്ചെടുത്തേക്കണം. എന്നിട്ട് ആ ചിക്കൻ അതിനകത്ത് നിന്ന് ഹാഫ് കുക്കാവുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇതുപോലെ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന ഓയിൽ ഏതാണോ ആ ഓയിലും കൂടി കുറച്ച് ചേർത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ അരി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ കോരി മാറ്റുമ്പോൾ അതിനകത്തേക്ക് അരി ഇടുമല്ല കഴുകിയിട്ട്. അപ്പോൾ അരി അവിടെ കഴുകി കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് സാവധാനം അവിടെ ഇരുന്നിട്ട് വേഗം ചെയ്യും. ഈ ചിക്കനും ഫ്രൈ ചെയ്ത് ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത്തിരി കോളൊന്ന് കത്തിച്ചെടുക്കണം, അതൊരു പണിയാണ്. അപ്പോൾ കോള് കത്തിക്കാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ചൂടിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ബർണറിൽ കൊള്ളിച്ചിട്ട് വെക്കും. കാരണം ചൂടായി കോൾ ഒരുവിധം ഇങ്ങനെ പെട്ടെന്ന് കത്തുന്ന രീതിക്കായിട്ട് പിന്നെ വേറെ ബർണറിൽ സെപ്പറേറ്റ് അത് മാത്രം വെച്ചൊന്നും അങ്ങോട്ട് ചൂടാക്കുമ്പോൾ തന്നെ കത്ത് പിടിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ റൈസിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഉണങ്ങിയ ചെറുനാരങ്ങയുടെ അത് ഡ്രൈ ലെമൺ അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി വെജിറ്റബിൾസ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കാറുള്ളൂ. അതും കൂടി ഒന്ന് പതിയെ നമ്മൾ ഈ പീൽ ചെയ്യുന്ന കണക്കെ ഒന്ന് ആക്കിയിട്ടതാണ് കേട്ടോ. കട്ട് ചെയ്യാതെ അങ്ങനെ പീൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ അത് സാവധാനം അവിടെ ഇരുന്ന് വെന്ത് ഇനിയിപ്പോൾ നമ്മുടെ കോളൊന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ട് സാധനങ്ങളും റൈസും ചിക്കനും ഒക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോളിന് നമ്മൾ തീ വെക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കോള് കത്തി തീർന്നു പോകും, ഇതൊട്ടും ആയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആ കോളൊക്കെ കത്തി വരണ നേരം കൊണ്ട് ഞാനിത്തിരി ചെറിയ ജീരകവും കടുകും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കണേണ് നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ ഈ ഒരു വെള്ളരിക്ക പച്ചടി. എനിക്കറിയില്ലായിരുന്നു ഈ വെള്ളരിക്ക പച്ചടി എന്ന് പറഞ്ഞത് നമ്മൾ നല്ല വെള്ള കളറിൽ സദ്യയിൽ വിളമ്പുമ്പോൾ ഇതെന്ത് സാധനമാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. എനിക്ക് വലിയ പരിചയമില്ല ഇതൊന്നും വെച്ചിട്ട്. അതുകൊണ്ട് പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഇത് എന്താണാവോ, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഈ ഇംഗ്ലീഷ് റെസിപ്പീസിലാണ് ഈ വെള്ളരിക്ക വെച്ചിട്ടാണ് ഈ പച്ചടി ഉണ്ടാക്കണം എന്നുള്ള കാര്യം എനിക്കും സത്യത്തിൽ മനസ്സിലായത്. അതുവരെയും നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം മാത്രമാണ്, കഴിഞ്ഞ ഓണത്തിന് മാത്രം
മാത്രമാണ് ഞാൻ ഈ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് മുമ്പെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടക്കായ വറുത്തിട്ടുള്ള പച്ചടിയാണ്. കാരണം അത് വീണാസ് കറി വേൾഡിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. വേറെ വെള്ളരിക്ക വെച്ചൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഇനി വെള്ളരിക്ക പച്ചടി മാത്രമേ വെക്കുള്ളൂ എന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഓണത്തിന് വെച്ച് കഴിഞ്ഞപ്പോൾ സദ്യയിൽ വിളമ്പുന്ന സെയിം സാധനം ഞാനും വെച്ചല്ല എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ അതിനുള്ള കാര്യങ്ങൾ തേങ്ങരപ്പും റെഡിയാക്കി, പിന്നെ തൈരെടുത്തിട്ട് ആ തേങ്ങരപ്പിൻ്റെ ആ ജാറിൽ തന്നെ പത്തി ഒന്ന് കറക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ നമ്മുടെ കോള് കത്തി വന്ന് പിന്നെ എല്ലാം വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോള് കത്തിച്ച് അതിനകത്തേക്ക് വെച്ചിട്ട് വേഗം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം വേവെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് പോകും. അപ്പോൾ അങ്ങനെ അതവിടെ റെഡിയായി. അതങ്ങനെ ആവി ഉള്ളിൽ കോളിൻ്റെ ഒരു സ്മെല്ലെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് റൂബിക്ക് ഇത്തിരി ചിക്കനും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മളുടെ റൂബി കുഞ്ഞിൻ്റെ കാര്യം അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കണമല്ല. ഒരു കുഞ്ഞു പാവ വീട്ടിലുള്ള കണക്കാണ്ട റൂബി കൊച്ചിന് വാരി കൊടുക്കില്ല. അതിന് വേണ്ടി നമ്മൾ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. എങ്കിലും സാരമില്ല, ഒരു ജീവനല്ലേ അത്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് കഴിച്ചില്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് വാരിക്കൊടുത്ത് ഒത്തിരി ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പ് കുറവുള്ള പോലെ തോന്നി തേങ്ങ അരപ്പിട്ട് കഴിഞ്ഞപ്പോഴേ. എന്നിട്ട് അതിനകത്തേക്കുള്ള ഉപ്പും പിന്നെ ഞാൻ ഇത്തിരി പഞ്ചസാര ഇടട്ടെ. എനിക്ക് ഇതിനകത്ത് ഇത്തിരി പഞ്ചസാര ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരു ഇത്തിരി ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി മാത്രം ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് അത് ഏറ്റവും അവസാനം ഇട്ടത് ഇപ്പം ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ തൈര് കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് ഇനി കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി വറുത്ത് അതുകൂടി ചേർത്ത് എന്നിട്ട് ഏറ്റവും അവസാനം ഇരുന്ന് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അങ്ങനെ അതും അങ്ങോട്ട് കാച്ചി അതൊഴിച്ച് പിന്നെ ഇനിയുള്ളത് നമ്മളുടെ ആ ചിക്കൻ വറുത്ത ആ ചട്ടി ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് തന്നെയും വടിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴുകാതെ തന്നെ ഞാൻ അതിനകത്തേക്ക് നമ്മളുടെ കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ കോളിഫ്ലവറിൻ്റെ ഒരു മടുപ്പിക്കുന്ന ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാൽ നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോളിഫ്ലവറിൻ്റെ കറിയൊന്നും ഞാനിവിടെ വെക്കാറില്ല സാധാരണ. ഇവിടെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ആർക്കും വേണ്ട, അതെവിടെ ഇരിക്കുന്ന. അല്ലാതെ ഞാൻ കറി വെക്കാനായിട്ടൊന്നും ഒരിക്കലും കോളിഫ്ലവർ മേടിക്കാറില്ല. ഇപ്പോൾ റിച്ചാന് വേണ്ടിയിട്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനാണ് നമ്മൾ കോളിഫ്ലവർ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ കറിയാക്കാമെന്ന് വെച്ചാൽ അത് ഒരു അധികം എണ്ണയൊന്നും ഇടാതെയുള്ള. അപ്പോൾ അത് ഈ സമയത്താണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത്തിരി പഞ്ചസാര ഇടാൻ മറന്നെന്നപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ആ സമയത്താണ് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്ത്. അപ്പോഴാണ് അത് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇതങ്ങോട്ട് മാറ്റണേണേ. ചെറിയ ഒരു കളർ ചേഞ്ചൊക്കെ നമ്മുടെ കോളിഫ്ലവറിന് വന്നിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി പാത്രത്തിൽ നിന്ന്. എന്നിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ സവാള തക്കാളിക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. അപ്പം ഞാനെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയൊരു ദിവസമായിരുന്നു ശനിയാഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ചൂട് ആ ഒരു സമ്മർ തീരാറായി ഏകദേശം. എന്നിട്ട് പോലും നമ്മുടെ റൂബി കൊച്ച് ഇത്തവണ കതച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷത്തെ അവളുടെ വിഷമം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കഥപ്പൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾക്ക് എ സിയിൽ കിടന്നു കഴിഞ്ഞാൽ ഇവൾക്ക് ജലദോഷവും പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി ചൂടിലേക്ക് വരുമ്പോൾ അതും ഇവൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ എ സിയിൽ കൊണ്ടുപോയി കിടത്താതിരുന്നത്. അപ്പോൾ ഇത്തവണ റിച്ചാർഡ് പറഞ്ഞ് താഴത്തെ മുറിയിൽ നമുക്ക് എ സി ആക്കാം. കാരണം അവൾ എപ്പോൾ കഥക്കുന്നു അപ്പോൾ നമുക്ക് അതിനകത്ത് വേഗം കൊണ്ട് ഇത്തിരി നേരം ഒരുത്താം. മുകളിലാവുമ്പോൾ എടുത്ത് പൊക്കി മുകളിൽ കൊണ്ടുപോകുകയൊക്കെ ബുദ്ധിമുട്ടാണ്. മുകളിലാണ് നമുക്ക് 2 റൂമിൽ എ സി ഉള്ളത്, താഴെ വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും എ സി വെക്കേണ്ട അവസ്ഥ വന്നില്ല. കാരണം അവൾ കഥച്ചിട്ടുമില്ല. എനിക്കും ഒരു ചൂടനുഭവം തോന്നിയിട്ടില്ല ഈ പ്രാവശ്യത്തെ ആ ഒരു സമ്മറിൽ. ഈ ശനിയാഴ്ച 28-ാം തീയതി അല്ലേ, 29-ാം തീയതി ആ ഒരു ദിവസം മാത്രമാണ് ഏറ്റവും കൂടുതൽ ചൂട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മളില്ലേ സവാള ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമ്മളിത്തിരി മുളക് പൊടി, ഗരം മസാല ഏറ്റവും അവസാനം ഇടുന്നത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി,
കുരുമുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറച്ച്, എല്ലാം കുറച്ച് കുറച്ച് ഇട്ടാൽ മതി, ഒരുപാട് അങ്ങോട്ട് മസാല ആക്കണ്ട. എന്നിട്ട് അത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരുവിധം വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ കുറേ അധികം ഉണ്ടെന്നേ, അതാണെങ്കിൽ ഇത്തിരി വലിയ പാനാണ്, അതിൻ്റെ അകത്ത് തന്നെ ഇത് നിറഞ്ഞിരിക്കണേ. അപ്പോൾ ഇനിയും അത് വെച്ച് കഴിഞ്ഞാൽ കേട് വന്ന് പോകില്ലെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കഴിക്കും കേട്ടോ, കുഴപ്പമില്ല. എനിക്കാണിത് കഴിക്കാനായിട്ട് ഇത്തിരി മടിയുള്ളത്. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും എനിക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ചെയ്യണതാണ് ഇഷ്ടം. പക്ഷേ ഇത് തന്നെ കുറേ അധികമുണ്ട്. ഇനി ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അത് പതിയൊന്ന് വേവിക്കാൻ വെക്കണം. ഒരുപാട് വെന്ത് കുറുകിയൊന്നും പോകാതെ വേവിച്ചെടുക്കണം. ഇതൊക്കെ അധികം വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അധികം വെന്തിട്ട് വേവിക്കാതെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഗരം മസാലേൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതോടുകൂടി തീർന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് മല്ലിയിലയും ചേർത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. സംഭവം നല്ലതാണ്, വലിയ കുഴപ്പമില്ലാതെ കഴിക്കാം. കാരണം അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്കും അത് ഡീപ്പ് ഫ്രൈ ഒന്നും അല്ലല്ലോ, അപ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്കും ഒരു നല്ലൊരു ടേസ്റ്റിന് ഒരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് കിടക്കണ പോലെ തോന്നില്ല. അങ്ങനെ അതും കൂടി ചെയ്ത് അത്ര ഉണ്ടാകുന്നുള്ളൂ എനിക്കും പപ്പക്കുള്ള കറി. അപ്പോൾ റിച്ചാണ്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സവാളയൊക്കെ തീർന്നിരിക്കണേണ് ഒന്നാമത്, അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ ഞാൻ റിച്ചാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മമ്മിക്ക് എളുപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക. ഞാൻ എളുപ്പത്തിൻ്റെ അല്ല, ഇങ്ങനെ സവാള കുറവാണ്, പോയി മേടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും 12:55 കേട്ടോ. ഇനിയിപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ട് ഒരു സാലഡ്, അതായത് അറബിക് സാലഡും മയണൈസും ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പനീർ വെച്ചിട്ട് നേരത്തെ ദിവസം മയണൈസ് ഉണ്ടാക്കിയത്, ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ മുട്ട വെച്ചിട്ട് തന്നെയാണ് മയണൈസ് ഉണ്ടാക്കണം. അന്ന് മുട്ട ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പനീർ വെച്ചിട്ട് ഇത് കാണുമ്പോൾ മയണൈസ് പോലെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞത് മയണൈസിന് മുട്ട, പച്ചമുട്ട തന്നെ ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അറബിക് സാലഡിന് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, തക്കാളി, ഉപ്പ് ചേർത്തിട്ട് അരച്ച് എടുത്ത്, പിന്നെ ഇനി ഇത്തിരി വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഒന്ന് കറക്കി ആ ഒരു വെളുത്തുള്ളി എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരിത്തിരി വിനാഗിരിയും മുട്ടയും എണ്ണയും കൂടി ചേർക്കണത്. അപ്പോൾ ഇതടിക്കുന്ന സമയത്ത് നമുക്ക് പാലും വെള്ളം പോലെയാണ് കിട്ടിയതെങ്കിൽ മുട്ട കൂടിപ്പോയെന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനകത്തേക്ക് ഓയിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി അഥവാ ഒരു യെല്ലോ കളറിൽ ഒരു വെള്ളം പോലെയാണ് വന്നതെന്നുണ്ടെങ്കിൽ എണ്ണ കൂടിപ്പോയെന്ന് അർത്ഥം അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് മയണൈസ് കറക്റ്റായിട്ട് വരുന്നത്. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ളൊരു തെറ്റിപ്പോകാറുണ്ട്. എനിക്കങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വന്ന അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മയണൈസ് ഒരു അതായത് ഒരു മുട്ടക്കൊരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചാൽ ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ആ ഒരാൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ. ഇപ്പോൾ റൈസ് ആണെന്നുണ്ടെങ്കിൽ അവന് 2 നേരം കഴിക്കാവുന്നത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കും പപ്പക്കും രാത്രിയും ഒക്കെ കഴിക്കാനുള്ള ചോറാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത് കേട്ടോ. ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മന്തി റൈസ് ആകെപ്പാടെ 2 കപ്പ് അരിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കണത്. റിച്ചാന് 2 നേരം കറക്റ്റാണത്. അപ്പോൾ ആദ്യം ആ ചിക്കനെല്ലാം പെറുക്കി ഞാൻ ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് റൈസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കൂടുതൽ ഉണ്ടെങ്കിൽ മാറ്റണം. ആവശ്യത്തിന് കുറച്ച് ഈ റൈസിലും കൂടി ഒഴിച്ച് കൊടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് റൈസിന് ഉണ്ടാവുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മീതയിൽ ഒഴിച്ച് കൊടുത്തതൊന്ന് മിക്സ് ചെയ്യണം, അത് എല്ലാം കൂടിയിട്ട്. കാരണം എണ്ണ താഴെ പോയി കിടക്കുന്നുണ്ടാവും. അതിന് വേണ്ടി എണ്ണയൊന്നുമില്ല, വളരെ കുറച്ച്. നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റണം. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ടാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ നല്ല വടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ മൊരിഞ്ഞ പീസസും എല്ലാം ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ റൈസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചിക്കൻ എല്ലാം കൂടി തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് മാറ്റിയിട്ട് പിന്നെ റൈസ് എടുത്തതിന് ശേഷം രാത്രിക്കുള്ള ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് തന്നെ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് റിച്ചാണ് ഇതെല്ലാം കൂടി കൊണ്ടെങ്കിൽ വെച്ച് കൊടുത്ത് ഹാപ്പി ആയിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ കഴിച്ചിട്ടാണ്. കാരണം ആൾക്കിപ്പോൾ കുറേ നാളായിട്ട് നമ്മളങ്ങനെ അധികം അങ്ങനെ ഉണ്ടാക്കിയൊന്നും കൊടുക്കണില്ലല്ലോ. പുള്ളിക്ക് മടുത്ത് ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ട്. പക്ഷേ ഇന്നത്തേതൊക്കെ കുറച്ച് മടുപ്പ് മാറിയിട്ട് കുറേ നാളായല്ല കഴിച്ചിട്ട്, അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കും പപ്പക്കും ചോറും കറിയൊക്കെ നമ്മൾ വിളമ്പിയെടുത്ത് അങ്ങനെ എല്ലാം കഴുകി ഇത് നമ്മൾ മന്തി ഉണ്ടാക്കിയ പാത്രവും എല്ലാം കഴുകി മാറ്റി. ഉച്ചയ്ക്ക് ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ
ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അടുക്കള ഒതുക്കണമെന്നുള്ളത്. അടുക്കള ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാത്രത്തിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വലിയ പാത്രങ്ങൾ കഴുകി വെക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പണികളെല്ലാം ചെയ്ത് തീർത്ത് കിച്ചണൊക്കെ ഒതുക്കി പാത്രങ്ങളെല്ലാം കഴുകി പിന്നെ റിച്ചാർഡിനുള്ള ബാക്കിയുള്ള മന്തി റൈസ് ഒരു സ്ക്വയർ പ്ലേറ്റിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മൂടാൻ പറ്റിയൊരു സംഭവമില്ല. കൊട്ട വെച്ച് മൂടിയാലും ഇത് പുറത്തേക്ക് ഇങ്ങനെ പല്ലിയൊക്കെ കയറുന്ന രീതിക്ക് നിൽക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓവൻ്റെ അകത്ത് സേഫായിട്ട് വെച്ചാണ്. ഇനി ഒന്ന് ഓവൻ ഒരു മിനിറ്റ് ഒന്ന് ഓൺ ചെയ്ത് വൈകുന്നേരം അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞ് ഓവൻ്റെ അകത്ത് അത് സേഫായിട്ട് ഇരുന്നോളും. അങ്ങനെ ഞാൻ പോയിട്ടൊന്ന് മേലൊക്കെ കഴുകി. റൂബി കൊച്ചെന്നെ കാത്തിരിക്കണല്ലേ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരിത്തിരി ടൈമുണ്ട്. അങ്ങനെ വേഗം മേലൊക്കെ കഴുകിയിട്ട് ഞാൻ റൂബി കൊച്ചും കൂടി ഒന്ന് കിടന്ന് പിന്നെ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രോസറി വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പിറ്റേ ദിവസം തന്നെ നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാനില്ലേ പച്ചരി 1 കിലോ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ മിക്കവാറും പച്ചരി ഞാൻ പുറത്തുനിന്നാണ് മേടിക്കണത്. ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ പച്ചരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കാണാറില്ല. ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്തവണ ഞാൻ ഇഡ്ഡലി റൈസ് ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വലിയ വിലയില്ല, 54 രൂപ, 1 കിലോ 54 രൂപ. ഇവിടെ പച്ചരി മേടിക്കുന്നതും ഇത്തിരി വില കൂടിയ പച്ചരി തന്നെയാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടണത്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഉണ്ട പോലെ ഇരിക്കണ ഒരു അരിയാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ട് പറയാം. നല്ലതാണെന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയണത്. അപ്പോൾ ഏതായാലും അതൊരെണ്ണം മേടിച്ച് 1 കിലോ നമുക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഇത് ഉഴുന്നും കൂടി മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം അര കിലോ 59 രൂപ കേട്ടോ. ഇത് 1 കിലോയാണ്. ലക്സിൻ്റെ 150 ഗ്രാമിൻ്റെ 3 സോപ്പാണ് കേട്ടോ. 150 × 3 കണ്ട, 150 × 3. ഇത് 124 രൂപ. കപ്പലണ്ടി ഇത്തവണ വില കുറഞ്ഞ വന്നേക്കുന്നത് 137 രൂപ കേട്ടോ. 1 കിലോക്ക് 137. കിച്ചൺ ടിഷ്യൂസില്ലേ, ഇത് 4 എണ്ണത്തിൻ്റെ. ഇതിന് ഭയങ്കര വില കുറവാണ്, 137. ഒരുപാട് കാലം ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ തീർന്ന് ഇതുണ്ട ലാസ്റ്റ് ഇത്ര ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മേടിച്ചേക്കണത് കേട്ടോ. പിന്നെ അടുത്തത് 1 കിലോ ഉപ്പ്. അയ്യടാ ഞാൻ നോക്കിയില്ല, പൊടിയുപ്പല്ല, ഇത് റോക്ക് സോൾട്ടാണ് ഞാൻ മേടിച്ചത്. ഇത് പൊടിച്ചെടുക്കണം. ഇത് നല്ലതാണ്, ഇങ്ങനെ പൊടിച്ചെടുക്കണം നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഉപ്പ് സാധാരണ പൊടിയാണ് മേടിക്കണത്. ഇത് കല്ലുപ്പാണ്. അബദ്ധം പറ്റിപ്പോയതാണ്ട്. ഞാൻ പൊടിയുപ്പാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് എടുത്താൽ 19 രൂപ. ഇഷ്ടമാണ് ചന്ദ്രിക സോപ്പ്. പെട്ടെന്ന് തീർന്നു പോകും, അതൊരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് അങ്ങോട്ട് തീരും. അപ്പോൾ ചന്ദ്രികയുടേത് എത്രയാണ്? 135 രൂപയാണ്. ചന്ദ്രികയുടെ സോപ്പ് 125 ഗ്രാം 3 എണ്ണമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരെണ്ണം 75 ഗ്രാമിൻ്റെത് ഫ്രീ ഇതിനകത്തുണ്ടാകാൻ. ടോട്ടലി 4 സോപ്പുണ്ട്. പിന്നെ ദേ നമ്മുടെ റിച്ചാർഡ് ശനി ഞായറും വീട്ടിൽ നിൽക്കണോണ്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിതേ ഒരു നവരത്ന മിക്സ്ചർ ഇത് നേരത്തെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് കായവട്ടം വറുത്തതും ഒക്കെ ഉണ്ടാവും. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചിപ്സിൻ്റെ അകത്തെ അതിൻ്റെ വില 177 രൂപയാണ് കേട്ടോ. 1 കിലോ ഉണ്ട് ഇത്. 177 രൂപയ്ക്ക് നമുക്ക് മിക്സ്ചർ 1 കിലോ ഒരിക്കലും കിട്ടില്ല പുറത്തുനിന്ന്. ഇത് ഞാൻ 2ാമത്തെ തവണയും മേടിക്കുന്നത്. നല്ലതാണ്. പിന്നെ അത് പാരിസിൻ്റെ 2 ഉപ്പും പഞ്ചസാര 2 കിലോ, ഓരോ കിലോൻ്റെ 2 പാക്കറ്റ്. അപ്പം ഞാനിങ്ങനെ ഒന്നിച്ചുള്ള പാക്കറ്റ് മേടിക്കില്ല. അത് പൊട്ടിച്ച് കയറണമെങ്കിൽ പിന്നെ അതിൽ ഉറുമ്പൊക്കെ കയറും. അതുകൊണ്ട് ഞാൻ ഓരോ കിലോ മാത്രമായിട്ട് മേടിക്കണം കേട്ടോ. അപ്പോൾ 1 കിലോ അങ്ങനെ പൊട്ടിച്ചിട്ട് കയറണമെങ്കിൽ അതവിടെ വൃത്തിയായിട്ടത് ഇരുന്നോളും. പിന്നെന്താ, ആശീർവാദിൻ്റെ ഒരു ഗോതമ്പ് പൊടി, വീറ്റ് പൗഡർ, സാധാരണ 61 രൂപ. പിന്നെ വേറൊരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വേറൊരു ഗീയാണ് മേടിച്ചുകൊണ്ടിരുന്നത് വെച്ചത് കേട്ടോ. ആ ഗീ ഇപ്പം ഇല്ല. അത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ അഷ്വർഡ് ആയിട്ടുള്ളൊരു ഗീ ആയിരുന്നേ. പക്ഷേ അതിപ്പോൾ വരണില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ ബോട്ടിൽ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, വരട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി നിന്നിട്ട് വരണില്ല. അപ്പോൾ ഇതേ വേറൊരു ഗീ ഞാൻ മേടിച്ചിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ഇത് 1 ലിറ്റർ ഗീയാണേ.
483 രൂപ. ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു, കാരണം മിൽക്കി മിസ്റ്റിൻ്റെ കുറേ സാധനങ്ങൾ നമ്മൾ മേടിക്കണതാണല്ലോ. അപ്പോൾ ഇത് 1 ലിറ്റർ മേടിച്ചിട്ടുണ്ട്, 483 രൂപ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഏതായാലും ഫ്ലിപ്കാർട്ട് അഷ്വേഡിൻ്റെ ഗീയൊക്കെ നല്ലതായിരുന്നു, അത് വിലയും കുറവായിരുന്നു. പക്ഷെ അതിപ്പോൾ വരണില്ല, അതിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ 150 രൂപയുടെ കുറവാണ് കിട്ടിയത് കേട്ടോ. കാരണം ഇത് 1500-ന് മുകളിൽ പൈസ നമ്മൾ അത്രയും പർച്ചേസ് ചെയ്യണം. 1500 കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ 150, 1000 താഴെ പോയിട്ടുണ്ടെങ്കിൽ 50 രൂപ അങ്ങനെ. അപ്പോൾ ഈ ഓഫർ ഞാൻ മേടിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ നോക്കിയാൽ ഓഫർ ചിലപ്പോൾ വേറേതായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ സോപ്പ് ഏകദേശം തീർന്നിരുന്ന് വെച്ചുകൊണ്ട് സോപ്പ് അപ്പം തന്നെ പൊട്ടിച്ചാൽ അതിനകത്തൊക്കെ ഇട്ട്. അപ്പോൾ ഇത് 3 ഒട്ടിപ്പിടിച്ചിരിക്കണതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടേ വെക്കുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കീറി പറിച്ചായിരിക്കുള്ളൂ സോപ്പ് എടുക്കുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് അവർക്ക് വേഗം എടുത്തുകൊണ്ട് പോകാൻ പരുവത്തിൽ ഞാനെല്ലാം ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 3 ചന്ദ്രികയുടെ പാക്കറ്റുകൾ അതിനകത്ത് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ ഓപ്പണായിട്ടായിരിക്കണത് കേട്ടോ. സ്മെല്ല് പോകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാനതിൽ ഇങ്ങനെ അമർത്തി വെച്ച്. പിന്നെ ഇതാണ് അതിൻ്റെ അകത്ത് കൂടിയിട്ട് നമുക്ക് ഓഫറിൽ ഒരെണ്ണം വെച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്. പിന്നെ എൻ്റെ പേസ്റ്റ് നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ, അതെടുത്ത് മാറ്റി സോപ്പ് വെച്ചതിന് ശേഷം പേസ്റ്റും കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി എണ്ണയല്ല, നമ്മുടെ നെയ്യ് 1 ലിറ്റർ ആയതുകൊണ്ട് ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു മാറ്റി വെച്ചിരുന്ന കുപ്പിയായിരുന്നു. അപ്പോൾ ആ കുപ്പിയുടെ അകത്തേക്കൊന്ന് ഒഴിച്ചു വെക്കണം. അപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവരുന്ന വാഹനത്തിലും ചൂട് ഇങ്ങനെ നിൽക്കണമല്ലേ, അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ലൂസായിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് ഒഴിക്കാനും എളുപ്പമായി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് ചായയൊക്കെ ഇട്ട് ആ മിക്സ്ചർ ഒന്ന് പൊട്ടിച്ചേ. അപ്പോൾ ഈ മിക്സ്ചറിൻ്റെ അകത്തില്ലേ ഭയങ്കര പുളിയും ഉപ്പും ഒക്കെ ആയിപ്പോയിട്ടാ. എനിക്ക് ഇത്തവണത്തെ മിക്സ്ചർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ വായ പൊള്ളിപ്പോണ പോലെയാണ്. കാരണം അതിനകത്ത് ആംചൂർ പൗഡർ, ചാട്ട് മസാല, ഉപ്പ് ഇതെല്ലാം വാരിക്കോരി എനിക്ക് തോന്നുന്നത് എന്തോ കമഴ്ത്തി അങ്ങനെ മറിഞ്ഞു വീണ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ അത് ആരും കഴിക്കാതെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് സൂക്ഷിച്ച് മേടിക്കുക എന്നേ പറയാനുള്ളൂ. നേരത്തെ മേടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ സംഭവം ഒരിത്തിരി കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം റിച്ചാർഡ് ഒന്ന് സലൂൺ വരെ പോയതാണ്, പക്ഷേ സലൂൺ ക്ലോസ് ആയിപ്പോയി. അതുകൊണ്ട് അവൻ സോൾട്ടിൽ കയറിയിട്ട് അവന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോകണമെങ്കിൽ കൈ ഇങ്ങനെ കറുത്ത് വരണത്, ടാൻ അടിക്കുന്നതൊക്കെ ഒന്ന് കുറയുമല്ലോ അത് വെച്ചിട്ട് ഗ്ലൗസൊക്കെ മേടിച്ചാണ് കേട്ടോ. ഇവൻ്റെ ശരീരം വെളുത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ടാൻ അടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ കൂട്ടത്തിൽ അവന് പഠിക്കാനുള്ള ബോർഡ് തുടക്കണതും പിന്നെ ബോർഡിൽ എഴുതണതും, പിന്നെ എനിക്ക് പഴം വേണമെന്നുണ്ട് പഴം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഐസ്ക്രീം എന്ന് ഞാൻ പറഞ്ഞതല്ല, ഐസ്ക്രീം അവൻ മേടിച്ചുകൊണ്ട് വന്ന് അത് നേരെ ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ച്. പിന്നെ എന്താണ് ബ്രൗണി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് എനിക്കും പപ്പക്കൊക്കെ തന്നിട്ട്. അപ്പോൾ ഇത് റിച്ച് ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൊസലീന ഫ്ലേവർ, അത് ശരിക്കും ഈ മുഹബത്ത് കാ ഷർബത്തൊക്കെ കഴിക്കൂലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ്. റോസ് എസൻസിൻ്റെ എനിക്കത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ്. പക്ഷേ നിറയെ നട്ട്സാണ്, അതിങ്ങനെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ടേക്കണേ. കഴിക്കാം അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കെപ്പോഴും ബട്ടർ സ്കോച്ചൊക്കെയാണ് എനിക്കിഷ്ടമുള്ള ഫ്ലേവർ. അപ്പോൾ ഇവനിത് ഒരു പുതിയതായിട്ട് തോന്നിയതുകൊണ്ട് മേടിച്ചാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ച്. പിന്നെ ബ്രൗണി പപ്പക്കും കൊണ്ടേ കൊടുത്ത് എനിക്കും ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. പപ്പ ഇപ്പോൾ ഇതേ കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ പിന്നെ റൂബിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് റൂബിക്ക് അവനൊരു ജെർക്കി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. റൂബി വെയിറ്റിംഗ് ആണ് ജെർക്കി വരാൻ വേണ്ടിയിട്ട്. റിച്ചാർഡ് പപ്പക്ക് കൊണ്ടേ കൊടുത്തിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണേണ് കേട്ടോ. പപ്പയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ കളി കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ആരവം കൊണ്ട് വയ്യ. അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ റൂബിക്ക് കൊണ്ടുവന്ന് കൊടുത്താണ്ട് റൂബിക്ക് ഇതൊന്നും അധികം കൊടുക്കാനൊന്നും പാടില്ല. പിറ്റേ ദിവസം റൂബി നിലത്തിരുന്ന് നിരങ്ങാൻ തുടങ്ങും. കാരണം അവൾക്ക് കോൺസ്റ്റിപ്പേഷനായിട്ട് പെയിൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നോക്കി കണ്ടു ഈ സംഭവം കൊടുക്കാൻ പാടില്ല. എന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ റിച്ചാർഡ് മേടിച്ചോണ്ട് വന്ന കൂട്ടത്തിലുള്ള ഒരു സാധനം അത് നിങ്ങൾക്കും അറിയാമോ എന്നുള്ളത് കമൻസിൽ പറയണം കേട്ടോ. സാധനത്തിൻ്റെ ഉപയോഗം പറഞ്ഞ റിച്ചാർഡ് പേപ്പർ കട്ടർ. ഒരു നിമിഷം, നമ്മുടെ വീട്ടിലിത് ഒരുപാട് കിടന്നേച്ച് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല അധികം. അത് ഒരുപാട് എന്താ പറഞ്ഞത് തുരുമ്പൊക്കെ എടുത്തു പോയി. കുറേ ഉണ്ടായിരുന്നു ഇവിടെ. പപ്പയും നിങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരെണ്ണം മേടിച്ച്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഭൂരിഭാഗം ആളുകൾക്ക് അറിയാൻ പാടില്ല.
ആ ഇത് ഉപയോഗിക്കണ എങ്ങനെയാന്നുള്ളത് ആർക്കും അറിയില്ല. സംഭവം ഇത് കത്തിയല്ല, ഇങ്ങനെയല്ല ഈ സാധനം ഉപയോഗിക്കണം. അതെ, ഇത് ഉപയോഗിക്കരുത്. അതെ. ഇതിന്റെ ഉപയോഗം എന്ന് പറയാൻ നേരത്ത് അപ്പം ഇത് ഭൂരിഭാഗം ആളുകൾ കത്തി പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഞാനും ഇത് പണ്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ കത്തി പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പേപ്പർ കട്ടറാണ്. ഇതിൻ്റെ തുമ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ ബോക്സിൻ്റെ കീറി വെറുതെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഇതിൻ്റെ ഈ ടിപ്പ് തീർന്നു കഴിഞ്ഞാൽ, അത് മൂർച്ച പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് റിച്ചാർഡ് മാറ്റണത്? ഓരോരോ കട്ടിങ് വര ഈ കട്ടിങ് നമുക്ക് ഒടിച്ച് കളയണം. ഓരോന്നേ ടിപ്പ് തീരുമ്പോൾ, ടിപ്പിൻ്റെ മൂർച്ച തീരുമ്പോൾ ഓരോ അറ്റം ഒടിച്ചൊടിച്ച് കളയണം. അപ്പം അത് ഒടിച്ച് കളയാനായിട്ട് ഒരു സംഭവം ഇതിൻ്റെ പിന്നിൽ അവർ വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇത് പ്ലാസ്റ്റിക്കില്, ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ ബോഡി ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളർ ടോപ്പ് ഉണ്ടാവും. ഓക്കെ, ഇതിലിപ്പോ സ്റ്റീൽ ആയതുകൊണ്ട് ഈ സംഭവം ഊരിയെടുക്കണം. പക്ഷെ ഇതൊന്നും ആരും ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം, ഒരു കട്ടിങ് ഉണ്ട്. അപ്പൊ ഈ കട്ടിങ് ഉപയോഗിച്ചാൽ മതി. ഈ കട്ടിങ്ങിലേക്ക് ഈ ഓരോ ലൈൻ ഉണ്ടല്ലോ ഇവിടെ, ഇത് ഓരോ ബ്ലേഡിനുള്ള സാധനമാണ്. ഓരോ ബ്ലേഡ് നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ഈ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അത് ഇവിടെ ഈ എഡ്ജിൽ കൊള്ളുന്ന രീതിയിൽ വെച്ചിട്ടാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇത് ഫുള്ള് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെയാണെങ്കിൽ കൂടുതൽ ഏരിയാസിന്റെ ഇത് ഷാർപ്പ്നെസ് ഉപയോഗിക്കും. ഇതാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ആദ്യത്തെ രണ്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ആദ്യത്തെ രണ്ടിന്റെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ നമ്മുടെ ഷാർപ്പ്നെസ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുക. ആ കട്ടിങ് സ്റ്റൈലിൽ തന്നെ വെച്ചിട്ട് ഈ സാധനത്തില് ഇങ്ങനെ അങ്ങോട്ട് കയറ്റുക. എന്നിട്ട് ഇത് അങ്ങോട്ട് ഒറ്റ ഒടിക്കലോട് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒറ്റ ഒരു പീസ് മാത്രം ഒടിഞ്ഞു പോയുള്ളൂ. അതുകൊണ്ടാണ് ആ കട്ടിങ് വെച്ചേക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അതിന് വേണ്ടിട്ടാണ് ഈ സാധനം വെച്ചേക്കണത്. ഇപ്പൊ ഇത്രയും കട്ട് ചെയ്ത് കഴിയാൻ നേരത്ത് ഇത്രയും വെക്കണം. പിന്നെ ഇത് തീരാൻ നേരത്ത് റീഫിൽ ചെയ്യാൻ ഈ സാധനം പുറത്തോട്ട് ഇതങ്ങോട്ട് ഊരി എടുത്താൽ മതി. ഇതങ്ങോട്ട് ഊരുക, പുതിയത് വെക്കുക, തിരിച്ചങ്ങോട്ട് കയറ്റുക. ഹാൻഡിൽ വിത്ത് കയറേ. അപ്പോൾ ഈ പേപ്പർ കട്ടറില്ലേ, ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിൽ പപ്പ ഇത് പണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുറേ ഇങ്ങനെ ഇടുമായിരുന്നു. അതായത് ഓരോ പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. റെഡ് കളറ്, യെല്ലോ കളറിലെ സെറ്റ്, പിന്നെ ഇതിൻ്റെ മാറ്റുന്ന ബ്ലേഡ്, 6 ബ്ലേഡിൻ്റെ സെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടും. പക്ഷേ ഇതിൻ്റെ ഉപയോഗമൊന്നും അറിയാൻ പാടില്ലാതെ ഈ സാധനം കത്തി പോലെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പേന കത്തി പോലെയൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പപ്പ എനിക്കോട്ട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇല്ലേ, ഈ പിള്ളേരിങ്ങനെ ഷിപ്പിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ്, ഷിപ്പിലാണ് ഇതിൻ്റെയൊക്കെ യൂസ് ഇവർക്ക് മനസ്സിലാവണത്. പക്ഷെ പപ്പ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഇത് റിച്ചാർഡാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു തന്നത്. അപ്പോഴേക്കും എൻ്റെ പഴയതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് ഞാൻ. കാരണം അത് ഉപയോഗമൊന്നുമില്ല, ഈ വേനാക്കതി നമുക്ക് എന്തിനാണെന്നല്ല. പക്ഷേ ഇത് പേപ്പർ കട്ടർ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കട്ട് ചെയ്യണമെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്കിതൊരു പുതുമയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടിയിട്ട് ഇതിൻ്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്